നമസ്കാരം. ഫ്യൂണറൽ ഡിപ്ലോമസി പാശ്ചാത്യ മാധ്യമങ്ങൾ പുതിയൊരു വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാനിൽ നടക്കുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രയോഗിക്കുന്ന വാക്കാണ് ഫ്യൂണറൽ ഡിപ്ലോമസി. ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ ഇറാൻ അവരുടെ ഇത്രയും നാൾ നീണ്ട 100-ലധികം ദിവസങ്ങൾ നീണ്ട യുദ്ധ സാഹചര്യത്തെ മറികടന്ന് അവർ തലകുനിക്കാതെ നിൽക്കുന്നു എന്ന് ലോകത്തിനു മുമ്പിൽ കാണിക്കാൻ വേണ്ടി അവരുടെ ആദ്യത്തെ ഫെബ്രുവരി 28-ന് അവരുടെ പരമോന്നത നേതാവിനെ ഇറാനും US-ഉം കൊന്നതിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ട ദിനങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇറാൻ തളർന്നിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് ദശലക്ഷക്കണക്കിന് ജനം ഒഴുകിയെത്തുകയാണ്. ആദ്യത്തെ 2 ദിവസത്തെ പൊതുദർശന ചടങ്ങുകളടക്കം വ്യത്യസ്തമായ ചടങ്ങുകളടക്കമുള്ള ഈ ഇറാനിൽ നടക്കുന്ന പരിപാടികളുടെ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പ്രയോഗിക്കുന്ന വാക്കാണ് ഫ്യൂണറൽ ഡിപ്ലോമസി. അയത്തുള്ള അലി ഖമനേയിയുടേതടക്കം കൊല്ലപ്പെട്ടവരുടെ പൊതുദർശനത്തിലൂടെയുള്ള ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇറാൻ എങ്ങനെ ലോകശ്രദ്ധയിലേക്ക് വരുന്നു എന്ന്. US-ഉം ഇസ്രായേലും ചേർന്ന് കൊലപ്പെടുത്തിയ അവരുടെ പരമോന്നത നേതാവിന് 106 ദിവസം കഴിഞ്ഞ് യാത്രയപ്പ് നൽകുകയാണ്. ആദരർപ്പിക്കാനായി ദശലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. പരമോന്നത നേതാവിനെ കൊന്ന് രാജ്യത്തെ തകർക്കാൻ യുദ്ധം ആരംഭിച്ച് ഇത്രനാൾ കഴിഞ്ഞിട്ടും ഈ രാജ്യം ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് ട്രംപിനും കലിപ്പേറിയിട്ടുണ്ട്. കള്ളക്കണ്ണീരിൻ്റെ കഥ ട്രംപ് ഇന്ന് പറഞ്ഞു. എന്നാൽ ഇറാൻ്റെ തിരിച്ചടി കണ്ട് ലോകം ഞെട്ടി. ഇപ്പോഴും ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന ആക്രമണത്തിന് കീഴിൽ ഇറാൻ്റെ അസാമാന്യ ധൈര്യം നമ്മൾ കാണുന്നു. ജൂൺ 4-ന് ആരംഭിച്ച സംസ്കാര ചടങ്ങുകളുടെ പശ്ചാത്തലത്തിൽ ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചടങ്ങുകളുടെ കാര്യമാണ്. വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് മാത്രമായിരുന്നു ആദ്യ ദിവസത്തെ പൊതുദർശനം. ജനങ്ങൾക്കായി ഇന്നലെയാണ് പൊതുദർശനം ആരംഭിച്ചത്. അതിനായി ഖമനേയിയുടെയും 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹം ഉള്ള സ്ഫടിക പേടകങ്ങൾ പള്ളിക്ക് പുറത്തെ ഗ്രാൻഡ് മൊസല്ലേക്ക് പുറത്തെ തുറന്ന വേദിയിലേക്ക് മാറ്റി. അവിടെ ലക്ഷക്കണക്കിന് പേർ തുറന്ന് ആ വേദിയിലേക്ക് ലക്ഷക്കണക്കിന് ഇറാൻ ജനത ഓരോ നിമിഷവും വന്നും പോയിക്കൊണ്ടിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട്. രക്തസാക്ഷികൾക്കായുള്ള ഷിയ ആചാരപ്രകാരമുള്ള വിലാപങ്ങളോടെയാണ് നട്ടുച്ച വെയിലിലും സ്ത്രീകളടക്കം ജനക്കൂട്ടം ടെഹ്റാനിലെ വലിയ പള്ളിയുടെ വിശാല വളപ്പിൽ എത്തിയത് എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പള്ളിമുറ്റത്ത് മറ്റൊരു വൈകാരികത കൂടി ഉണ്ടത്രേ. വർഷം തോറും ഖമനേയിയുടെ മുഹറം പ്രഭാഷണം അവിടെയാണ് നടത്താറുള്ളത്. നാളെ ടെഹ്റാനിൽ നിന്ന് വിലാപയാത്രയായി ഷിയ മത പഠന കേന്ദ്രങ്ങളായ ഇറാഖിലെ നജഫിലും കർബലയിലെ കേന്ദ്രത്തിലും എത്തിക്കും. നമ്മൾ ഇന്നലെ അത് വിശദമായി പരിശോധിച്ചതാണ്. വ്യാഴാഴ്ച ഖമനേയിയുടെ ജന്മദേശമായ മഷ്ഹദിൽ ഖബറടക്കം നടത്തും. അതിനിടയിൽ അയത്തുള്ള അലി ഖമനേയിയുടെ 3 ആൺമക്കൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ പിൻഗാമിയായി ചുമതലയേറ്റ മുജ്തബ ഖമനേയി ചടങ്ങുകളിൽ എത്തിയിട്ടില്ല. ടെഹ്റാനിലെ ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ലയിൽ നടക്കുന്ന ചടങ്ങുകളിൽ മുസ്തഫ, മെയ്സം, മസൂദ് എന്നീ മക്കൾ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ഇറാനിലെ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഖമനേയിക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൾ, മരുമകൻ, 14 മാസം പ്രായമുള്ള ചെറുമകൾ എന്നിവരുടെ മൃതദേഹങ്ങളും പൊതുദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്തബയുടെ വരവ് ലോകം ഉറ്റുനോക്കുന്നതിനിടെ അദ്ദേഹം പങ്കെടുത്തേക്കില്ലെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. പിതാവിനെ കൊലപ്പെടുത്തി ഫെബ്രുവരി 28 ആക്രമണത്തിൽ മുസ്തബക്കും പരിക്കേറ്റു എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. മുസ്തബയുടെ പരിക്ക് മുഖത്താണെന്നും കാലുകൾക്കും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം പരിക്കുണ്ടെന്നും ആണ് റിപ്പോർട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ സാധ്യത പലരും തള്ളുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം നേരത്തെ 2 തവണ ഇറാൻ വിഷ്വൽ മാധ്യമങ്ങളിലൂടെ, വാർത്താ ചാനലുകളിലൂടെ അടക്കം ഇറാൻ ജനതയോട് പ്രസ്താവനയായി അദ്ദേഹത്തിൻ്റെ സന്ദേശം എത്തിയ സാഹചര്യം ഓർമ്മിക്കുന്നത്. അദ്ദേഹം ഇതുവരെ ഇസ്രായേൽ അദ്ദേഹത്തെയും കൊല്ലും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഈ ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ ഭീഷണി അവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് മുസ്തബയുടെ ഈ രഹസ്യ ജീവിതം ഈ ദിവസങ്ങളിൽ മാറുമോ? അദ്ദേഹം ഈ ഫ്യൂണറൽ ഡിപ്ലോമസിയുടെ തുടർച്ചയായിട്ട് ലോകത്തിന് മുന്നിലേക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ ഇറാൻ ആയതുകൊണ്ട് എന്ത് സർപ്രൈസ് ബാക്കി വെച്ചിരിക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുമുണ്ട്. സംസ്കാര ചടങ്ങിൽ ലോകം ഉറ്റുനോക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഈ ശവപേടകങ്ങൾക്കൊപ്പം വെച്ച ആ കുഞ്ഞു പേടകം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. ആ കുഞ്ഞു പേടകത്തെക്കുറിച്ചാണ്. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനേയിയുടെ കൊച്ചുമകളുടെ ശവപേടകമാണത്. 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകൾ സഹ്മ മുഹമ്മദി ഗൊൽപായെ ഗനിയുടെ ഓർമ്മകൾ കാണാനെത്തുന്നവരെ കണ്ണീരണിയിക്കുന്നു എന്നാണ് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാൻ ദേശീയ പതാകയിൽ പൊതിഞ്ഞ ശവപ്പെട്ടി വെള്ളിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ണീരും പ്രാർത്ഥനയുമായി അവിടെ എത്തി. അയത്തുള്ള അലി ഖമനേയിയുടെ യാത്രയപ്പ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ തിക്കും തിരക്കും മൂലം മരണങ്ങൾ ഉണ്ടായേക്കാമെന്നും അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇറാൻ നടത്തിയെന്നും ചില US ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
എത്തുന്നവർക്ക് ഭക്ഷണം, വെള്ളം തുടങ്ങിയവ തയ്യാറാക്കിയിരുന്നതായി ഇന്നലെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ലക്ഷക്കണക്കിന് ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നും അതെല്ലാം ഇറാൻ നേരത്തെ ഭരണകൂടം തയ്യാറാക്കി ഇറാൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എത്തുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും ഈ നിർബന്ധിത ചടങ്ങ്, ഭീഷണി ഉപയോഗിച്ചുള്ള ചടങ്ങിനാണ് ജനം എത്തുന്നത് എന്നൊക്കെയാണ് US ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മറ്റൊരു കഥയാണ് വരുന്നത്. ശവക്കുഴി അടക്കമെടുത്ത് മരണമുണ്ടായാൽ അവരെ സംസ്കരിക്കാനുള്ള പദ്ധതികളാണ് നടപ്പാക്കിയത് എന്നാണ് മാധ്യമങ്ങളിലെ വാർത്തകൾ. ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നതിന് നമുക്ക് മുന്നിൽ സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വിശ്വസനീയ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നുമില്ല. ഇതേസമയം ജനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രംപ് രോഷത്തോടെയും പരിഹാസത്തോടെയും ഇന്നും പ്രതികരിച്ചു. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടതോടെ US-ഉം ഇസ്രായേലും ചെയ്ത ചെയ്തി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേരെ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. ഇറാന്റെ ശേഷിക്കുന്ന നേതൃത്വത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ട്രംപിന്റെ ഒടുവിലത്തെ പ്രസ്താവന. എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് അവിടെ. ഒരൊറ്റ ഷോട്ട് മതി എല്ലാവരെയും പുറത്താക്കാൻ. പക്ഷെ അമേരിക്ക അത് ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഞങ്ങളുമായി ചർച്ച ചെയ്യാൻ ആരും ഉണ്ടാവില്ല. സംസ്കാര ചടങ്ങിൽ ചിലർ വികാരാധീനരാകുന്നതും ഞാൻ കണ്ടു. അവർ കരയുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആളുകൾ ഖമനേയിയെ വെറുക്കുന്നുണ്ട്. കണ്ടത് ഒക്കെ വ്യാജ കണ്ണീരാണ് എന്നാണ് ട്രംപ് പറഞ്ഞതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാനിൽ തടിച്ചുകൂടിയ ജനത അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചതിനെതിരായ വികാരം കൂടിയാണ് പ്രകടമാക്കുന്നത് എന്ന് ഇറാൻ തിരിച്ചടിച്ചു. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിനുള്ള സംസ്കാരമോ പാരമ്പര്യമോ ആദരവോ നിങ്ങൾക്കില്ലെന്നും അർമേനിയയിലെ ഇറാൻ എംബസി എക്സിൽ കുറിച്ചു. ആളുകളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾ അയത്തുള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തി. യഥാർത്ഥത്തിൽ സുഗന്ധദ്രവ്യം നിറച്ചൊരു കുപ്പി പൊട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഇപ്പോൾ ആ സുഗന്ധം എല്ലായിടത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. കാരണം നിങ്ങൾക്ക് സംസ്കാരമോ അഭിമാനമോ ഇല്ല എന്നും ഇറാൻ എംബസി വിശദീകരിച്ചു. 2 ദിവസം പിന്നിടുന്ന വിലാപയാത്രയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. പുറത്ത് ഇമാതിരി വെല്ലുവിളികൾ നടത്തുകയും ലോകത്തിന് മുന്നിൽ പരിഹാസ്യ കഥാപാത്രമാകുകയും ചെയ്യും വിധം മധ്യസ്ഥ ചർച്ചകളിൽ ഇറാനോട് സഹകരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ട്രംപിന്. അതിനിടയിലാണ് ഇറാൻ ജനത ഒന്നാകെ തെരുവിലിറങ്ങുന്നത്. അത് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇറാന്റെ വിദേശ നയ സമീപനങ്ങളിൽ ഇത്രയും കാലം യുദ്ധ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന അകൽച്ച മാറ്റിക്കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ അവരോട് അടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 50-ലധികം രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ സംസ്കാര ചടങ്ങിന് പ്രതിനിധികളെ അയച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിനിധികളെ അയച്ചു. അതേസമയം റഷ്യയും ചൈനയും അടക്കം നിരന്തരം ഈ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത പ്രതിനിധികളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയവിനിമയങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുമായി പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞ് രംഗത്ത് നിൽക്കുന്നത്. ഇത്രയും കാലം ട്രംപിനെ ഭയന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയന്നോ അവരുടെ അനിഷ്ടം പിടിച്ചു പറ്റണ്ട എന്ന് വിചാരിച്ചോ അകന്നു നിന്ന ആളുകളും ഈ സംസ്കാര ചടങ്ങിനോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതോടെ ചർച്ചകളുടെ 3ാം ഘട്ടം ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട്. ഈ സംസ്കാര ചടങ്ങിനോടുള്ള രോഷം ഇത്തരത്തിൽ അന്താരാഷ്ട്ര സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കൂടി തുടർച്ചയാണ് എന്ന് വേണം കരുതാൻ. അത് കൊണ്ടുതന്നെ തുടർച്ചയായ ചർച്ചകളിലേക്ക്, യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്ന ചർച്ചകളിലേക്ക് പോകാൻ അമേരിക്ക നിർബന്ധിതമാവുകയാണ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക അതിന് വഴങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച നിർബന്ധങ്ങൾ എല്ലാം, അവരുടെ നിബന്ധനകളടക്കം ഇറാൻ പല ഘട്ടങ്ങളിലും സമ്മതിക്കുകയും ചർച്ചകൾ പിന്നീട് മാറ്റിവെക്കുന്ന വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആണവ ചർച്ചയും അതോടൊപ്പം തന്നെ ഹോർമുസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഈ 2ാം ഘട്ട ചർച്ചയിൽ, ഖത്തർ ചർച്ചയിൽ ഉണ്ടായ നിലപാട് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഇനി അടുത്ത ഘട്ട സാങ്കേതിക ചർച്ചകൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വേദിയായി നടക്കും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ജൂലൈ 11-ന് നിർണായക ചർച്ചകൾ ആരംഭിച്ചേക്കും. പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചർച്ചകൾക്ക് ഇസ്ലാമാബാദിനൊപ്പം സ്വിറ്റ്സർലൻഡിലെ ബർഗൻ സ്റ്റോക്ക് റിസോർട്ടും പരിഗണനയിലുണ്ട്. എന്നാൽ ആദ്യ ചർച്ച നടന്ന ഇടം എന്ന നിലയിൽ ഇസ്ലാമാബാദിനാണ് മുൻഗണന. ജൂൺ 18-ന് ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ തുടർച്ചയായിട്ടാണ് ചർച്ചകൾ നടക്കുക. സംസ്കാര ചടങ്ങുകളുടെ തുടർ ദിവസങ്ങളിൽ അതിലും വലിയ നീക്കങ്ങൾ നടക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇസ്രായേൽ ഇസ്രായേലോ ഈ സംസ്കാര ചടങ്ങ് ആരംഭിച്ചതിന് ശേഷം അവരുടെ പ്രതികരണം പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ഏതു നിമിഷവും ഇസ്രായേൽ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കും എന്ന സാഹചര്യമുണ്ട്. ഖത്തർ ചർച്ചകൾ ദോഹയിൽ നടക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാൻ പ്രതിനിധികളെ വധിക്കാൻ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അത് US-ന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും, അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് US ഇസ്രായേലിനെ വിലക്കി എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന വാർത്ത. ഇതിൻ്റെ തുടർച്ചയായി സംസ്കാര ചടങ്ങ്
ഇസ്രായേലിൻ്റെ മുഖത്തേറ്റ അടിയാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇറാൻ ജനത ഒന്നാകെ ഒരു പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് ഈ സംസ്കാര ചടങ്ങിന് ഹാജരാവുകയാണ്. ആ സാഹചര്യം ഇസ്രായേലിൻ്റെയും യു എസിൻ്റെയും മുഖത്തേറ്റ അടി എന്ന നിലയിൽ അവർ അതിനെ ഏത് മട്ടിലാണ് കാണുന്നത് എന്നുള്ളത് പ്രധാനമാണ്. യു എസ് നിലപാട് വ്യക്തമാക്കി ട്രംപിൻ്റെ ഭീഷണികൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല. അതേസമയം ഇസ്രായേൽ എന്താണ് നിലപാടെടുക്കുക? ഇനി വരുന്ന ദിവസങ്ങളുണ്ട്. മുസ്തഫ ഖമനയി അടക്കം ഈ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിനെതിരായ ഇസ്രായേലിൻ്റെ വധശ്രമം എന്നുള്ള ഭീഷണി, വധം എന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊല്ലും എന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലെ രോഷം ഇനി മുസ്തഫ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടാൽ അതിനോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കൂടിയുണ്ട്. അതേസമയം ഇതിൻ്റെ ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്കാര ചടങ്ങിനോട് ഇസ്രായേലിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.